നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗിനുള്ളിലെ തമ്മിലടി അങ്ങനങ്ങ് പുറത്തു വരാറില്ല. അതിനു മുമ്പ് തന്നെ പാണക്കാട് കുടുംബം ഇടപെട്ടത് പരിഹരിക്കുകയാണ് പതിവ്. എന്നാൽ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് തൻ്റെ പാർട്ടിയിലെ സ്വാധീനം കുറഞ്ഞു വരികയാണോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട്. മുമ്പത്തെ പോലെ കേരള ലീഗിലെ നേതാക്കൾ ഒരു വിഭാഗം പറഞ്ഞാൽ കേൾക്കുന്നില്ല. അതിൽ പ്രധാനി കെ എം ഷാജി തന്നെയാണ്. മുനമ്പം വിഷയം വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞതിനെ ചൊല്ലി ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗത്തിലും നേതാക്കൾ തമ്മിൽ വാദപ്രതിവാദവും തർക്കങ്ങളും ഒക്കെ തകൃതിയെ നടന്നു. പ്രധാന പ്രതി കെ എം ഷാജി തന്നെ. മുനമ്പം വഖഫ് ഭൂമിയാണെന്ന ഷാജിയുടെ വാദത്തെ മതേതരവാദം ഉയർത്തി പി കെ കുഞ്ഞാലിക്കുട്ടി എതിർത്തതാണ് വിഷയങ്ങൾ കാരണം. ലീഗ് മതേതര കക്ഷിയാണെന്ന് അവകാശപ്പെടുമ്പോൾ തികച്ചും വർഗീയ പാതയിലൂടെ ലീഗ് നീങ്ങണമെന്ന് പാർട്ടികളിലെ ഒരു വിഭാഗം കാലാകാലങ്ങളെ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് ഈ കെ എം ഷാജിയും കൂട്ടരും. നിലവിലെ സാഹചര്യത്തിൽ മുനമ്പത്ത് വഖഫ് ഭൂമി ഉണ്ട് എന്ന് പറയുന്നത് പ്രതികൂല ഫലമുണ്ടാക്കുമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. കാരണം വഖഫ് ബോർഡ് ഒഴികെ എല്ലാ മതരാഷ്ട്രീയ സംഘടനകളും മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, അത് അവിടുത്തെ താമസിക്കുന്നവരുടെ അവിടുത്തെ നിവാസികളുടെ ഭൂമി എന്നാണ് പറയുന്നത്. അപ്പോഴാണ് കെ എം ഷാജിയുടെ മുനമ്പത്തെ മുതലെടുത്തുകൊണ്ടുള്ള പാർട്ടിയുടെ ചില ശക്തനാകാനുള്ള നീക്കങ്ങൾ. ഷാജിയുടെ നിലപാടിന് ലീഗിലെ വർഗീയ കൂട്ടായ്മയുടെ പിന്തുണയുണ്ടെന്ന് കൂടി ഓർക്കണം. സമവായം കൃത്യമായി വേണമെന്നതിൽ ഷാജിക്കും കൂട്ടർക്കും ഒരു തർക്കവുമില്ല. പക്ഷേ അത് വഖഫിൻ്റെ ഭൂമി എന്ന് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകണമെന്നാണ് നിലപാട്. വഖഫാണോ അല്ലയോ എന്ന് ഒടുവിൽ നിയമപരമായി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാണ് ചർച്ച അവസാനിപ്പിച്ചത്. ഇ ടി മുഹമ്മദ് ബഷീർ, പി വി അബ്ദുൽ വഹാബ് തുടങ്ങിയ നേതാക്കൾ ഷാജിയെ പിന്തുണയ്ക്കുകയും ചെയ്തു. അതുതന്നെയാണ് ഷാജിക്കും വേണ്ടിയിരുന്നത്. കുഞ്ഞാലിക്കുട്ടി പക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ ഇ ടി മുഹമ്മദ് ബഷീർ ഷാജിക്കൊപ്പം പോകില്ല എന്നായിരുന്നു. മുനമ്പം വിഷയം പരിഹരിക്കാൻ സാദിഖലി നടത്തുന്ന ശ്രമങ്ങൾക്ക് ഷാജി ഒടുവിൽ പിന്തുണ അറിയിച്ചു. തൻ്റെ പരാമർശം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുന്നതായി കെ എം ഷാജി പറഞ്ഞു. പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല. ഒരു തുറന്ന പോയിന് കരുതിക്കൂട്ടിയാണ് ഷാജിയെ യോഗത്തിന് വന്നത്. പേഴ്സണൽ സ്റ്റാഫിനെ ഉപയോഗിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നു, അത് ലീഗിൻ്റെ വാർത്തകളെന്ന് ഷാജി ആരോപിച്ചു. ഇതോടെയാണ് ഇരുവരും തമ്മിൽ വീണ്ടും തർക്കമുണ്ടായത്. പാർട്ടി യോഗങ്ങൾ വിളിക്കാത്തത് കൊണ്ടാണ് മുനമ്പം വിഷയം തനിക്ക് പൊതുവേദിയിൽ പറയേണ്ടി വന്നതെന്നും ഷാജി ഒരു മുന്നറിയിപ്പ് നൽകി. ഒടുവിൽ സാദിഖലി തങ്ങൾ ഇടപെട്ട് ചർച്ചകൾ കൂടുതൽ തർക്കങ്ങളിൽ നീങ്ങാതെ അവസാനിപ്പിക്കുകയായിരുന്നു. ഒരു കാലത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ അവസാന വാക്കായിരുന്നു. എം പി ആയതോടെ ദേശീയ രാഷ്ട്രീയത്തിലെ കാര്യങ്ങളുടെ ചുമതലയും കുഞ്ഞാലിക്കുട്ടിക്കായി. അതോടെ കേരളത്തിൽ ലീഗിൻ്റെ കാര്യങ്ങൾ PMA സലാം അടക്കമുള്ളവരുടെ ചുമതലയെ. ഇതോടെയാണ് ലീഗിനുള്ളിലെ വിഷയങ്ങൾ ഇപ്പോൾ പരസ്യ തർക്കങ്ങളിലേക്കും നീങ്ങുന്നത്.